നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അല്ല, ദേവികയ്ക്ക് ഇത്രയും പ്രായമായില്ലേ? എന്തായാലും ഒരു കല്യാണം വേണം. അവനാണെങ്കിൽ കൈ നിറയെ കാശും ഇട്ട് മൂടാനുള്ള സ്വത്തുക്കളും ഉള്ള ചെക്കനാ. ഇവളെ ആണെങ്കിൽ അവന് ജീവനുവാ. പിന്നെ കല്യാണത്തിന് സമ്മതിച്ചാ എന്താ കുഴപ്പം? ഇനി എന്ത് കാണാൻ നിക്കുക? പോയിനല്ല വീടുകളില്. പോ അമ്മേ വാ പോവാം. വിളിച്ചോണ്ട് പോടാ. ദേവൂട്ടി, അപ്പൊ പറഞ്ഞതുപോലെ അമ്മയെ ഞാൻ ഇങ്ങോട്ട് അയക്കും. മോള് കല്യാണത്തിന് റെഡി ആയിട്ടിരിക്കണം കേട്ടോ. ഐ ലവ് യു ചെല്ലം. ഐ ലവ് യു. എന്താ എന്താ ഇവിടെ ഉണ്ടായേ? എന്തിനാ ദേവി നീ കരയുന്നേ? എന്താ പ്രശ്നം? ഞാൻ അടുക്കള നിന്നപ്പോ ഇവിടെ പുറത്ത് ബഹളമൊക്കെ കേട്ടല്ലോ. എന്താ മുത്തച്ഛ, എന്താ പ്രശ്നം? എന്തിനാ ദേവിക കരയുന്നേ? അമ്മേ, എന്താ ഇവിടെ ഉണ്ടായേ? ഇവളെന്തിനാ കരയുന്നേ? ആ ഭദ്രൻ, ആ പരമദുഷ്ടൻ അവനോട് വന്നിരുന്നു. എന്നിട്ട് അവൻ ഇവിടെ വല്ലതും ചെയ്തോ? അങ്ങനെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. ഉപദ്രവിച്ചില്ലേ? നിന്റെ കണ്ണത് അമാനത്തായിരുന്നു. അവൻ അവളുടെ കൈക്ക് കയറി പിടിച്ചു. ഓരോന്നും പറഞ്ഞ് ഇവളെ വിഷമിപ്പിച്ചു. ചോദിക്കാൻ ചെന്ന് എന്നെ അവൻ പിടിച്ച തള്ളി. അയ്യോ ദൈവമേ! അയ്യോ ദൈവമേ, ഇത്രയൊക്കെ ഇവിടെ നടന്നു. എന്നിട്ട് അവൻ പോയോ? ആ നാശം പിടിച്ചവൻ പോയി. മോളെ ദേവികെ, കരയാതെ പോട്ടെ. മോളെ, നീ ഒന്ന് സമാധാനിക്കും. അവൻ തിരിച്ചു വരുമെന്ന് കരുതിയതേയില്ല. അവനെ വീട് കണ്ടുപിടിച്ചെത്തിയല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യുക? അല്ല, ഇപ്പൊ ഇങ്ങനെ കരയാനും മാത്രം എന്താ സംഭവിച്ചേ? കാര്യാവൻ കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കിയെങ്കിലും പറഞ്ഞിട്ട് പോയത് നല്ല കാര്യം തന്നെയാ. എന്ത് നല്ല കാര്യം? അല്ല, ദേവികയ്ക്ക് ഇത്രയും പ്രായമായില്ലേ? എന്തായാലും ഒരു കല്യാണം വേണം. അവനാണെങ്കിൽ കൈ നിറയെ കാശും ഇട്ട് മൂടാനുള്ള സ്വത്തുക്കളും ഉള്ള ചെക്കനാ. ഇവളെ ആണെങ്കിൽ അവന് ജീവനുവാ. പിന്നെ കല്യാണത്തിന് സമ്മതിച്ചാ എന്താ കുഴപ്പം? കല്യാണം കഴിഞ്ഞാ പിന്നെ അവന്റെ ഈ മുരട്ട് സ്വഭാവമൊക്കെ മാറിക്കോളും. അവൻ ഇവളെ പൊന്നുപോലെ നോക്കിക്കോളും. അതൊരു കാലത്ത് നടക്കില്ല. അതിനു മുമ്പ് ഞാൻ മരിക്കും. എന്തോ അമ്മേ, നീ എന്ത് വർത്തമാനമായി പറയുന്നത്? ഞാൻ എല്ലാവരുടെയും നല്ലതിന് വേണ്ടിയാ പറഞ്ഞേ.
ചെറിയമ്മയോ? ചായ ഇപ്പൊ തരാവേ. ആരോട് ചോദിച്ചിട്ടാ നീ അടുക്കളയിൽ കയറി പെരുമാറിയത്? നിന്നോട് ആരാ പറഞ്ഞു ഇതിനകത്ത് കയറി ചായ ഉണ്ടാക്കാൻ? ചെറിയമ്മ ഞാൻ എടി, നീ ഇവിടെ വല്ലതും വെച്ചുണ്ടാക്കിയാലേ അതെന്ത് ധൈര്യത്തിലാ ഞങ്ങള് കഴിക്കേണ്ടത്? എന്താ ഇവിടെ? എന്താ ഒരു ഒച്ചപ്പാടും ബഹളവും? എന്താ ചെറിയമ്മേ, എന്താ ഇഷ്യൂ? എടി, നീ ഇത് കാണുന്നില്ലേ? ഇവള് കിച്ചണിൽ കയറി ചായ ഉണ്ടാക്കിയത്. അതിനെന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ലേ? എടി, ഇവള് ഋഷിയുടെ മരണ ദൂതുവായി ഈ വീട്ടിലേക്ക് കയറി വന്നവളാ. അങ്ങനെയുള്ള ഇവളുടെ കയ്യിൽ നിന്നും ആഹാരം വാങ്ങിച്ച് കഴിച്ചാലേ ഋഷിക്ക് മാത്രമല്ല, ചിലപ്പോ നമ്മക്കും ആയുർദോഷം ഉണ്ടാവും. അതായത് ആയുസ് ഒടുങ്ങാതെ ചാകൂന്ന്. എനിക്ക് ജാതകദോഷം ഇല്ലെന്ന് ഇവരെ എങ്ങനെ ബോധ്യപ്പെടുത്തും? ചെറിയമ്മേ, വെറുതെ കാട് കയറി ചിന്തിക്കൊന്നും വേണ്ട. ഓ പിന്നെ, ഗോപികച്ചയുടെ ജാതകദോഷം കാരണം ഇവിടെ ഓരോരുത്തർ മരിച്ചു വീഴാൻ പോവല്ലേ? നിങ്ങളൊക്കെ ഏത് കാലത്താ ജീവിക്കുന്നേ? നിന്നോടൊന്നും പറഞ്ഞാലേ നിനക്കൊന്നും മനസ്സിലാവില്ല. അല്ല, ഈ ജാതകദോഷം എനിക്കാണെന്ന് വിചാരിച്ചോ? നിങ്ങളെല്ലാരും എന്ത് ചെയ്യുമായിരുന്നു? ജാതകദോഷം ഉണ്ടെന്ന് കരുതിയിട്ട് എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുമായിരുന്നോ? അതോ ജീവനോടെ കുഴിച്ചു മൂടുമായിരുന്നോ? ഇതൊക്കെ വിധിയാ. ഈ ജാതകദോഷം ഗോപികച്ച മനഃപൂർവ്വം ക്ഷണിച്ചു വരുത്തിയൊന്നുമല്ലല്ലോ. അത് ചെറിയമ്മ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയ ചെറിയമ്മയ്ക്ക് ഈ വക വർത്താനൊന്നും പറയാൻ തോന്നില്ല. ഈ ഉള്ളിലെ പേടിയൊക്കെ കളഞ്ഞ് ചെറിയമ്മ ചായ കുടിക്കാൻ നോക്ക്. ചേച്ചി, ചായ കൊടുക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.